ഈ കളമശ്ശേരിയിൽ ഇപ്പൊ കഞ്ചാവ് വേട്ട നടന്നിട്ടുണ്ട്. അപ്പോ നമ്മള് ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലും റെജിൽ മാക്കുറ്റിയും ബൽറാമും എല്ലാവരും അവർ തമാശക്ക് പറയുന്നു മന്ത്രി രാജീവ് വ്യവസായ മന്ത്രിയാണ്. അപ്പം ഇപ്പൊ വ്യവസായ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയില് പോളിടെക്നിക്കിനകത്ത് പിള്ളേർ കഞ്ചാവ് കച്ചവടം നടത്തി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയും. കുട്ടികൾക്ക് ജീവിക്കാൻ ഒരു വഴി കാണിച്ചു കൊടുത്തത് കേട്ടോ, അതൊരു തെറ്റാണോ? അല്ല, അത് തെറ്റാണെന്ന് വെച്ചാൽ അത് തമാശയായിട്ട് പറഞ്ഞെങ്കിലേ രാജീവിന്റെ നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മള് മനസ്സിലാക്കുള്ളൂ, ഇന്നലെ ഈ വാർത്ത വന്നതാണോ അതിന്റെ കണ്ടിന്യൂഷൻ ഇന്ന് വന്നതാണോ? ഇന്നലെ രാത്രി തുടങ്ങി പുലർച്ചെ വരെയായിരുന്നു റെയ്ഡ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പുലർച്ചെ അത് കഴിഞ്ഞിട്ടുള്ള വാർത്ത വരുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പൊ പറയുന്നത് SFI സഖാക്കള് അപ്പൊ തന്നെ തടിയൂരിന്നല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്, തടിയൂരിന്നല്ല, ആഞ്ഞടിച്ചു. ഞങ്ങളല്ല ഇത് ചെയ്തത്, എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ജഗതി പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു. അത് നേരെ KSUവിന്റെ തലയിലേക്ക് വെക്കാൻ നോക്കി. KSU അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല, ഞങ്ങളുടെ നേതാക്കൾ മാത്രമല്ല എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടത്തിലും ഇത് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഈ CPM നേതാക്കളിൽ കഞ്ചാവ് പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ MDMA ആയിട്ട് വരെ പിടിച്ചല്ലോ. അതെ, അവർക്ക് പുരോഗതി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പുരോഗതിയൊക്കെ നിശ്ചയിക്കേണ്ടത്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ കൊച്ചു പിള്ളേര് അവർക്ക് മറ്റേ കോളേജ് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നതിന് പകരം അവർക്ക് അവിടെ നിന്നൊരു വരുമാന മാർഗമാണ്. അവർ 500 രൂപയ്ക്ക് 250 മുകളിലേക്കാണ് അവരുടെ വിൽപ്പന നിലവാരം വെച്ചിരിക്കുന്നത്. 2 കിലോ, അതിൽ 1 കിലോഗ്രാമിൽ കുറവായതുകൊണ്ടാണ് അവർക്ക് ആ 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 250 രൂപ മുതൽ 500 രൂപയാണ്, 500 രൂപ വരെയാണ്. അപ്പോൾ അവർ ഒരു സാമ്പത്തിക പുരോഗതിയും വാങ്ങുന്നവർക്ക് ന്യായമായ ഒരു വിലയിലുമാണ് ഈ സാധനം നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ നല്ല രീതിയിലൊരു കഞ്ചാവ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പൊ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ CPM അത്തരത്തിലൊരു സംഭവം തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല. നമുക്കത് തെറ്റ് തോന്നിയാൽ CPM അതൊരിക്കലും ഒരു തെറ്റല്ലല്ലോ. ഇതുവരെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുള്ളവരും MDMA ആയിട്ട് പിടിച്ചിട്ടുള്ളവരെയൊക്കെ അവർ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ജാമ്യത്തിൽ വിട്ടുക. അതിന് കാരണം ഇതാണ്, ഈ 2 പേരിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു 1 ഗ്രാമോ മറ്റൊരു കുറവുണ്ട് വേണമെന്നുള്ള. 1 കിലോഗ്രാമിൽ താഴെയുള്ളതെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടും. അത്ര ആവാനായിട്ട് 1 ഗ്രാമോ മറ്റോ കുറവുണ്ട്. അല്ല, ഇത് ചോദിക്കുമ്പോഴേ എന്റെ ഒരു സംശയം, കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം ഡോഗ് സ്ക്വാഡ് ഒക്കെ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഈ പോലീസ് ഇതുവരെ എവിടെ പോയിരുന്നു? ഈ പോലീസ് എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നത് യാതൊരു അർത്ഥവും ഇല്ല. പോലീസ് മാത്രമല്ല, എക്സൈസ് ഇത് അറിയണ്ടേ? അതെ, എക്സൈസ് അറിയണം, പോലീസ് അറിയണം. ഇതിപ്പോ ഡാൻസ് ഓഫ് സംഘമാണ്, പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. അതിന് എന്താണ് കാരണമായതെന്ന് കൂടി ആലോചിച്ച് നോക്കണം. ആ ക്യാമ്പസിനകത്ത് നിന്ന് തന്നെയാണ് ഇവർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെ രഹസ്യം ചോർത്തി കൊടുക്കാനൊക്കെ പറ്റും. ഇതിപ്പോ ഇന്നലെ തുടങ്ങിയ ബിസിനസ് അല്ല. അത് ഏതൊക്കെ ഇതിപ്പം ഈ ഒരു ഹോസ്റ്റൽ മാത്രമല്ല, കൊച്ചിക്കകത്തുള്ള ആൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലുകളൊക്കെ തന്നെ കഞ്ചാവുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടാ, കൊച്ചിക്കകത്ത് ആൺകുട്ടികൾ മാത്രമല്ല, ഞാൻ പലപ്പോഴും വരുമ്പോ പോലീസ് അവിടെ നിന്നിട്ട് ഊതിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഞാൻ എന്നിട്ട് ആലോചിക്കും, സ്ത്രീകളൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവർ കാണിക്കില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ കൂടി ഊതിക്കാൻ പാടില്ല? തീർച്ചയായിട്ടും ഊതിക്കണം. എത്രയോ സ്ത്രീകളാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഇത് വരുമ്പോൾ മാത്രം നമ്മൾ അയ്യോ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഭൂരിഭാഗമായിട്ടും ഒരു
ഭൂരിഭാഗം എന്ന് പറയും പലരും ഈ റീൽസിൽ ഞാൻ കണ്ടതാണ്, ഈ ലിക്കറൊക്കെ എങ്ങനെയാണ് അതിലേക്ക് ഒഴിക്കുന്നത്, അത് എത്ര രുചികരമായിട്ട് മറ്റത് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒക്കെ ഏതോ ഒരു ഐഡിയയിൽ നിന്ന് ഇത് കാണിക്കുന്നുണ്ട്. സ്ത്രീകളാണ് ഇത് കാണിക്കുന്നത്. ഇതിപ്പോൾ മദ്യപിക്കുന്നത് എല്ലാവരും മദ്യപിക്കുകയാണ്. പിന്നെ എന്തിനാണ് അവിടെ ഒരു ആൺ പെൺ വകഭേദം ഊതിക്കുന്നതിൽ? പക്ഷെ അവിടെയും വേറെ പ്രശ്നമുണ്ട്. കാരണം പെണ്ണുങ്ങൾ ഊതിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചേരി തിരിഞ്ഞ് അവിടെ അടി വീഴും പോലീസിന് നേരെ. തീർച്ചയായിട്ടും സ്ത്രീ പോലീസും വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ കഞ്ചാവ് എടുത്ത, അപ്പൊ ഇതില് ഇവർക്ക് ഈ വിവരം കൊടുത്തു, ഇവരത് വന്ന് പിടികൂടുമ്പോൾ പോലും ഇവര് പറയുന്നത്, ഈ പയ്യൻ പറയുന്നത് കേട്ടോ, SFI നേതാവായിട്ടുള്ള അഭിജിത്തോ മറ്റോ ആണ്. അപ്പോൾ ആ പയ്യൻ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം, ഞാനിവിടെ ആദ്യം വന്നപ്പോൾ പഠിത്തത്തിൽ ഉഴപ്പായിരുന്നു, പിന്നീട് ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് പഠിച്ചു വരികയാണ്, എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ്. അതൊക്കെ സ്ഥാപിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷെ ഈ മുറിയിലേക്ക് മറ്റൊരാൾ കൊണ്ടുവന്ന് ഇത് വെച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതെങ്ങനെ സാധിക്കുമെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ കൃത്യമായിട്ട് വിശ്വാസ്യത തോന്നുന്ന രീതിയിൽ, അല്ലെ, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം പങ്കുവയ്ക്കാൻ കൂടി കഴിയണം. അപ്പൊ ആദ്യം തന്നെ ഈ പയ്യൻ പറയുന്നത് ഞാൻ യൂണിയൻ നേതാവാണെന്നാണ്. എന്തിനാണ് യൂണിയൻ നേതാവാണെന്ന് പറയുന്നത്? പോലീസ് അവരുടെ കർത്തവ്യം ചെയ്യുകയല്ലേ. അല്ല, ഇതില് ഇപ്പൊ VD സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. ഇപ്പൊ പ്രജിത ഇപ്പൊ അല്പം സംസാരിച്ച പോലെ ഇതിലിപ്പോ പറഞ്ഞ ഈ സോഴ്സ് എവിടെയാണെന്ന് അറിയണം. പോലീസ് ഇവരെ ഇപ്പൊ പിടിക്കുമ്പോഴത്തേക്ക് ഇത് കൈവശം വെച്ചതിനെ പിടിക്കുമ്പോൾ തന്നെ സോഴ്സ് അന്വേഷിക്കണം. മാത്രമല്ല ഇതില് എക്സൈസ് ഇതിൽ നോക്കണം. പിന്നെ രണ്ടാമത് കേരളത്തിന് പുറത്തുനിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അതാണ് ഇവർ അന്വേഷിക്കേണ്ടത്. രണ്ട്, ഈ പറയുന്ന ഇവരെ പിടിക്കുമ്പോഴത്തേക്ക് ഇവരെ സാരോപദേശം കൊടുക്കേണ്ടത് പോലീസല്ല. VD സതീശൻ പറഞ്ഞ വാക്കുകളാണ്. അത് സാരോപദേശം കൊടുക്കാൻ വേറെ ഇവിടെ ആളുണ്ട്. പോലീസ് ഇത് എവിടെ നിന്നാണ് ഇത് വന്നെന്ന് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് കുട്ടികളുടെ പേര് കുറ്റം ആരോപിക്കുക എന്നയാൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതിനിടയ്ക്ക് ചോദ്യകർത്താക്കൾ അതിനൊരു ഭയം വരാനുള്ള കാരണം എനിക്ക് എന്താ തോന്നിയതെന്ന് അറിയാമോ? അതിൽ KSU എന്നുള്ളൊരു പേര് വന്നില്ലെങ്കിൽ ഒരു പക്ഷെ VD ആയാലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും SFIക്കാർ മാത്രമാണ് അതിൽ. രാഷ്ട്രീയം നോക്കണേ. കാരണം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, സാരോപദേശം കൊടുക്കണ്ട എന്നുള്ളത്. ഇവിടെ പോലീസ് സാരോപദേശത്തിന്റെ ആവശ്യമില്ല, പക്ഷെ പല കാര്യങ്ങളിലും പല സംഭവങ്ങളിലും പോലീസിന് അതിന് കുട്ടികളെ ഉപദേശിച്ചു വിട്ടാൽ പോരെ എന്നുള്ള ചോദ്യം കൂടി ഉയർത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പോലീസ് അവിടെ ചെന്ന് സാരോപദേശം ഒന്നും നടത്തിയതായിട്ട് ഞാൻ വായിച്ചറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് തമാശ രൂപേണയാണ്. പോലീസ് സാരോപദേശം ഒന്നും നടത്തുന്ന, അദ്ദേഹം പറഞ്ഞത് കാര്യമാണെങ്കിൽ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ചെയ്യേണ്ടത്, പോലീസ് ചെയ്യേണ്ടത് അത് സോഴ്സ് എവിടെ നിന്ന് അന്വേഷിക്കൂ. ഇവരെ സാരോപദേശം ഒന്നും പോലീസ് കൊടുക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്നല്ല. അത് ഒരു കാര്യമായിട്ടുള്ള കാര്യം. ഈ സോഴ്സ് അറിയണ്ടേ? സോഴ്സ് അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ നമ്മൾ ആലപ്പുഴ കണ്ടതുപോലെ ഏതെങ്കിലും വലിയ CPM നേതാവിന്റെ ഒക്കെ ബിസിനസ് ഒക്കെ ആയിരിക്കും. ഇടുക്കിയിൽ നിന്ന് ഇത് പറഞ്ഞത് ഏതെങ്കിലും പാർട്ടി മെമ്പറതായിരിക്കും, ബ്രാഞ്ച് സെക്രട്ടറിയുടെ തോട്ടോ ആയിരിക്കും. സോഴ്സ് പോയാൽ അത് അങ്ങനെയൊക്കെ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ നമ്മുടെ കായംകുളത്തെ MLA മകനെ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷനാണ്. അപ്പൊ പിന്നെ എങ്ങനെ പോലീസിന്റെ കൈയും കാലം പോലീസ് എക്സൈസ് വിഭാഗത്തിന്റെ ഒക്കെ കൈയും കാലം കെട്ടിയിട്ടിരിക്കുകയാന്നേ. ആ എക്സൈസ് ഉദ്യോഗസ്ഥന് കൃത്യമായ വിവരം കിട്ടിയതിന്റെ പേരിലായിരുന്നു അവിടെ ചെന്ന് ഈ പ്രതിഭ MLAയുടെ മകനെ പിടികൂടിയത്. ഉദ്യോഗസ്ഥരില്ലെന്ന് ഞാൻ പറയില്ല. കാര്യം എനിക്ക് എക്സൈസിലൊക്കെ സുഹൃത്തുക്കളെ ചേട്ടാ കഴിവില്ലായകയല്ല നമ്മുടെ പറഞ്ഞതല്ലേ ഈ പറയുന്ന MDMന്റെ കാരിയേഴ്സ് ആയിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലേഡി ഉണ്ട്. അവരിവിടെ ഒരു പ്രമുഖമായ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ മകനെ അന്വേഷിച്ച് പോലീസ് വന്നു. അതായത് ഈ ഊബർ മറ്റേ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കുട്ടികളില്ലേ, അവരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കാരിയേഴ്സ് ആയിട്ട് നോക്കുന്നത്. പോലീസ് നിരീക്ഷണത്തിലൊന്നും അല്ല എന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ട് അത് പറയില്ല. കാര്യം നിങ്ങളിപ്പോ പ്രീത ഇപ്പൊ സംസാരിച്ച പോലെ കൈയും കാലും കൂട്ടിയിട്ട് നോക്കി പോലീസ് എന്ത് ചെയ്യാനാണ്? പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ അന്വേഷണം ചെല്ലുമ്പോൾ ഇതിന്റെ അവസാനം ചെല്ലുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൃത്യമായി ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അതായത് ACP പറയാണ് ഈ പിടിച്ചെടുത്ത ഇത് കണ്ടിട്ട് അവര് ഞെട്ടിപ്പോയി. അവർക്ക് വിവരം കിട്ടുമ്പോൾ അവര് വിചാരിച്ചത് എന്താണ്, കുറച്ച് 2-3 പാക്കറ്റ് എവിടെന്നെങ്കിലും ചെറിയത് 2 കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാണ് അവർ വരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു ചിന്ത തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. ACP പറയാണ്
ACP അത് പറയാണ്. ഇനി അത് മാത്രമാണോ കിട്ടിയത്? ഗർഭനിരോധന ഉറകൾ വരെ കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഫോർവേഡ് ആണ്. ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനോ ഇപ്പൊ എന്നെക്കാളും കുറച്ചൊക്കെ ജൂനിയറായ പിന്നെ പ്രജിതയോ ഒക്കെ പഠിച്ച കാലഘട്ടമല്ല ഇപ്പോഴത്തെ. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ അതൊന്നും ഒരു അതെ വിഷയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ ഒരു കാര്യം പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം ഇത് അടക്കം പെൺകുട്ടികൾ അടക്കം ഇതിന്റെ കരിയേഴ്സുമായിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലുകളിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾ ആൺ പെൺ ഭേദമില്ലാതെ ഹോസ്റ്റലുകൾ മൊത്തത്തിൽ എല്ലാത്തിനും നിരത്തി പരിശോധിക്കണം. എല്ലാം ഇവിടുത്തെ ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ട്. കാര്യം എനിക്കൊരു അനുഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിവിടെ കൊച്ചിയിൽ ആദ്യം വരുമ്പോൾ എനിക്ക് ആദ്യം താമസിക്കാൻ സൗകര്യം കിട്ടിയത് ഒരു ഹോസ്റ്റലിലാണ്. ഒരു ശനിയാഴ്ചയോ മറ്റോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒരു ഹോസ്റ്റലിൽ ഭക്ഷണമുണ്ട്. രാവിലെ ഭക്ഷണമുണ്ട്, രാത്രി വൈകുന്നേരവും ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്കുമുണ്ട്. ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഈ ഊബർ ജോലിക്ക് പോകുന്നവർ ചില വൈകുന്നേരം രാവിലെ ആഹാരം കഴിക്കാൻ കാണുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഇവർ കാണുമ്പോൾ മുഖത്തൊന്നും രക്തപ്രസാദമില്ല. ഇവർക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. കാര്യം നമ്മൾ അവധി ദിവസം തുണി അലക്കാനോ മറ്റൊക്കെ മുകളിലോട്ടൊക്കെ കയറി തുണി അലക്കാനൊക്കെ പോകുമ്പോൾ ഹോസ്റ്റലിലൊക്കെ നോക്കുമ്പോൾ പല മുറികളിലും ഡോർ തുറന്ന് കിടപ്പുണ്ട്. മയക്കം എന്ന് പറഞ്ഞാൽ ഇതേപോലെ മയക്കമില്ല. അപ്പോഴാണ് എൻ്റെ റൂമിൻ്റെ അടുത്തൊക്കെ തന്നെ, ഞാൻ ഇവിടെ ഒരു സിംഗിൾ മുറിയിലായിരുന്നു. ഈ മറ്റേ നമ്മുടെ ഡോർമെറ്ററി പോലെ അടുക്കിയുള്ള കുട്ടികളാണ്. അതിൽ ഒരാൾ പറഞ്ഞു, ചേട്ടാ ഈ മുറിയിലെല്ലാം കഞ്ചാവുണ്ട്, ഇവന്മാരെല്ലാം കഞ്ചാവ് ഉപയോഗിക്കുന്നവന്മാരാണ്. അതായത് ഇവിടെ ഈ കൊച്ചിയിലുള്ള ഏതാണ്ട് എല്ലാ ഹോസ്റ്റലിലും ആൺ പെൺ ഭേദമില്ലാതെ പോലീസ് ഇതേപോലെ കയറിയാൽ ഒരു എത്രയെങ്കിലും ചാക്ക് കഞ്ചാവ് ഇവിടുന്ന് കിട്ടും. കിലോ കണക്കിന് കിട്ടും, കിലോ കണക്കിന് ഈ സംഭവം കിട്ടും. പക്ഷെ അതിന് ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക മാത്രമല്ല, ഇതിനെതിരെ ഒരു നടപടി എടുപ്പിക്കുന്നത് വരെ പ്രതിപക്ഷം നിലകൊള്ളണം എന്നുള്ളത്. ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല അതല്ലേ? നമ്മുടെ ഒരു യുവതലമുറ മുഴുവനും നശിച്ചു പോവുകയാണ്. ഇത് വരുന്ന വഴി എന്ന് പറയുന്നത് അതിനെപ്പറ്റി സംസാരിച്ച ഒരുപാടുണ്ട്. അതിലേക്ക് വരണമെങ്കിൽ, അതിന്റെ അറ്റം വരെ പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ഒരു ഭരണകൂടം നമുക്ക് വേണം. പക്ഷേ ഇത് തിരിച്ച് അവരുടെ ആളുകൾ തന്നെ ഇതിന്റെ കരിയേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട്, അതെ കരിയേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താണ് ആലപ്പുഴയിലെ കേസൊക്കെ എവിടെ പോയി? ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കഞ്ചാവ് കേസ് പിടികൂടിയതിന് ശേഷമാണ്, തുടർന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വാർത്ത വരുന്നത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെ MDM അല്ലെ MDMA ഒക്കെ വരുന്നത്. അപ്പൊ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് പരസ്പരം പഴിചാരുകയല്ലെന്നേ. ഒരുമിച്ച് നിന്ന് ഈ ഒരു വിപത്തിനെതിരെ പറയണം. അല്ലാതെ ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞ ഒരു ബാനറും അടിച്ചു കെട്ടിയിട്ട് അതിന് ഷോയും കാണിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. പിണറായിക്ക് എന്താ ആഭ്യന്തരം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണല്ലേ, ഭൂതം നിധിയാക്കുന്നത് പോലെ. അപ്പൊ നല്ല ചങ്കുറപ്പുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നേ, അഴിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവര് കൈ പൊളിച്ചടക്കി കൈ തരും സംഭവം. അപ്പൊ അവരെ അങ്ങോട്ട് വിടാനുള്ള ഒരു മനസ്സ് മുഖ്യമന്ത്രിക്ക് വേണം. മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണം. ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ തെമ്മാടികളാണെങ്കിലും കൂടെ നിർത്താൻ നോക്കരുത്. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കളമശ്ശേരിയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സംഭവം തുടർന്ന് റെയ്ഡുകൾ കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിലോ ഉണ്ടാവുമെന്ന് നോക്കാം. കിലോ കണക്കിന് കഞ്ചാവ് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിത്രവും കാണാൻ സാധിക്കും.